സ്റ്റീഫൻ നീ നേരത്തെ വന്നോ? ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. എപ്പോഴാ പോന്നേ? ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ. ഞാൻ ഓൾറെഡി റെഡിയാ. നീ എന്തിനാ റെഡിയാ? നീ എങ്ങോട്ടാ? അല്ല അപ്പോൾ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തതോ ഡിന്നർ? നമുക്ക് പിന്നെ പോവാം. ഇന്ന് എനിക്ക് ഫ്രണ്ട്സിനോട് പോകണം. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ. സ്റ്റീഫൻ അതെങ്ങനെയാ ശരിയാവാ? ഞാൻ ഇന്ന് അവരോട് പറഞ്ഞു അത്യാവശ്യം മീറ്റ് ചെയ്യണം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ദിവസം പോവാം. സ്റ്റീഫൻ നിന്റെ തലയിൽ ഇപ്പോൾ ബിസിനസ് എന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ. സ്റ്റീഫൻ നമ്മൾ എത്ര നാളായി ഒരു 2 മിനിറ്റ് ഇരുന്ന് വർത്താനം പറഞ്ഞു. എൻ്റെ കാജൽ, നമുക്ക് വേറൊരു ദിവസം പോവാം. നീ ഇന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, വിൽ ഗോ ഫോർ ഡിന്നർ. പക്ഷെ ഇന്ന് എനിക്ക് പോയേ പറ്റും എൻ്റെ ഫ്രണ്ട്സിനോട്. നീ നിന്റെ ഫ്രണ്ട്സിനോട് പോക്കോ. നീ അവരുടെ പോയി ഡിന്നർ കഴിച്ചു. ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ? Hey Kajal. How are you? I'm good. How are you? സുഖമായിട്ടിരിക്കുന്നു. നിന്നെ കോളേജ് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ലല്ലോ. കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ പരിപാടിയായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പോയിട്ട് തിരക്കുണ്ടോ? ഇല്ല. എന്തേ? എടാ നിനക്ക് എന്താ പറ്റിയേ? നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയി? കോളേജിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുടെ ക്രഷ് ആയിരുന്നു നീ എന്നറിയോ? നീ എന്താ ഒന്നും പറയാത്തേ? അങ്ങനെ എന്നെപ്പറ്റി പറയാൻ മാത്രം ഞാൻ കരിയറിലൊന്നും ആയില്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചാലും ഇവിടെ ജോലിയൊക്കെ ട്രൈ ചെയ്തു, ഒന്നും കിട്ടിയില്ല. പക്ഷെ അപ്പോഴേക്കും കൂട്ടുകാരന്മാർക്കെല്ലാം ജോലി കിട്ടി, സെറ്റായി. അങ്ങനെ വീട്ടിലും നാട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ ആയപ്പോഴാണ് ഞാൻ മുംബൈയിലേക്ക് കയറിയത്. മുംബൈ പോയപ്പോഴും അതേ അവസ്ഥ തന്നെ. കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറേ കാശൊക്കെ പല വഴിക്ക് പോയി. അവിടെ തട്ടുകടയിലാണ് ജോലി ചെയ്തു. ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ നാട്ടിൽ വന്നൊരു 1 വർഷം ആവുന്നേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് പുതിയൊരു ബിസിനസ് പരിപാടി നോക്കുന്നുണ്ട്. അത് വർക്കാവുമെന്ന് തോന്നുന്നു. അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. പക്ഷേ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമെന്നുള്ള ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കുക. അത് വിട്. എന്തൊക്കെയാണ് തൻ്റെ വിശേഷം? ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഹസ്ബൻഡിൻ്റെ ബിസിനസ് ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിന്നെ കല്യാണം വിളിച്ചു, നീ ഫോൺ പോലും എടുത്തില്ല. അത് ഞാൻ മനഃപൂർവ്വം വരായിരുന്നതാ. എടാ ഞാൻ എല്ലായിടത്തും ലേറ്റാ. അതിപ്പോൾ കരിയറിലായാലും തൻ്റെ അടുത്തുള്ള ഇഷ്ടം പറയാൻ മടിച്ചു നിന്ന കാര്യത്തിലായിരുന്നാലും. എടാ നീ എന്താ ഈ പറയുന്നത്? ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് വരാൻ തോന്നിയില്ല. അത് വിട്. ഇനി എന്താ പരിപാടി? വേറെന്താടാ, സുഖമായിട്ട് പോകുന്നു. ഇരുന്ന് ക്ഷീണിച്ച. എത്ര നേരം ഞാൻ അവിടെ പോസ്റ്റ് വിളിച്ചിരിക്കണം. എവിടെയായിരുന്നു? എടി ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചേ നമ്മുടെ രാഹുലിനെ കണ്ടു. ഏത് രാഹുൽ സംഭവം? എന്നിട്ട് പിന്നെ അവൻ്റെ കൂടെ ഒരു കോഫിയൊക്കെ കുടിക്കാൻ പോയി. അങ്ങനെയാണ് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഇളക്കോ? എടി അവൻ്റെ സിറ്റുവേഷൻ കേട്ടപ്പോൾ അങ്ങ് കേട്ടിരുന്ന് പോയതാ. പാവം എങ്ങും എത്തിയില്ലടി. ഒന്നുമില്ലെങ്കിലും കോളേജിലൊക്കെ എങ്ങനെ നടന്നതാ അവൻ. പാവം പാവം ഇൻ ദ സെൻസ് എങ്ങും എത്തിയില്ലല്ലോ, അതിൻ്റെ ഒരു പാവം. എടി അവൻ ആക്ച്വലി കോളേജിൽ വെച്ചിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പറയാൻ പറ്റാതെ പോയതിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ട് ആൾക്ക്. എനിക്കൊരു സങ്കടം തോന്നി. മിസ്സസ് കാജൽ, ഞാനൊരു കാര്യം പറയട്ടെ. പണ്ടുണ്ടായിരുന്ന കാജൽ അല്ല നമുക്ക്. കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അത് ആലോചിച്ച് ഇതിലേക്ക് അടിച്ചിലാട്ടരുത് കേട്ടോ. ആകെ ഒരു ജീവിതം. അതുകൊണ്ട് പറഞ്ഞേ. അല്ല, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവിടെ? അത് ഞാൻ അവനെ പെട്ടെന്ന് കണ്ടിട്ടേ ഒന്നും വാങ്ങാൻ മറന്നുപോയി. ബാ നമുക്ക് അടുക്കളയിൽ പോയി ഉണ്ടാക്കാം. സെൽഫ് പ്രിപ്പയർഡ് ഫുഡ് ഇസ് ഗുഡ്. ബാ സ്റ്റീഫ, ലഞ്ച്. രാവിലെ പറ. വീട്ടിലേക്കോ? ഞാൻ വരാം. നീ ലൊക്കേഷൻ ഇട്ടേക്ക്. രാഹുൽ, രാഹുൽ, പേടിച്ചു പോയോ? പിന്നല്ലാതെ ഇതെന്താ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ? ഞാൻ പറഞ്ഞില്ലേ ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ടൊരു ആർട്ട് ഗാലറി സെറ്റപ്പ് ഉണ്ടാക്കുന്നു. ആരും പേടിക്കും. പിന്നെ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? കുറച്ച് സീരിയസ് ആണ്. നിന്ന് അവാർഡ് പടം കളിക്കേണ്ട കാര്യം പറ.
എനിക്കെന്തോ നിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ സോ കംഫർട്ടബിൾ ആൻഡ് ഐ എം സ്പീക്കിംഗ് വിത്ത് യു. എനിക്കറിയാം നമുക്ക് ഒരുമിച്ചൊരു ലൈഫൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷേ നീ എൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാവിലെ സ്റ്റീഫനും ഞാനും തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരി, പക്ഷേ അത് വെച്ച് നീ ഇങ്ങനെ ബിഹേവ് ചെയ്യല്ലേ. കജു, ഞാൻ തമാശ പറഞ്ഞല്ല. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. ആയിരുന്നു. ഇപ്പോഴും ആണ്. ആ ധൈര്യത്തിൽ നീ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ. കജു, വേണ്ട രാവിലെ പ്ലീസ്.